ഹായ്, നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഒരു നഴ്സുമാരുടെ ഇടയിൽ ഒരു സ്ട്രൈക്ക് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ല കാര്യം. ഞങ്ങളുടെ ഒരുപാട് നഴ്സുമാരുടെ സപ്പോർട്ട് അതിനുണ്ട്. ഞങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ പോലും ഇതിനു വേണ്ടി ഒരുപാട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കുക ഫേസ്ബുക്കിലൂടെ പറഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞാലോ എന്തെങ്കിലുമൊക്കെ ആവുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നല്ലൊരു സാലറി സ്കെയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന നാട് തന്നെ നമ്മുടെ നാട് വിട്ട് ഒരിക്കലും മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ നിൽക്കത്തില്ല. ആർക്കും ദൂരോട്ട് പോയി വർക്ക് ചെയ്യണമെന്നും താല്പര്യമില്ല എല്ലാവരും. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അവർക്കൊന്നും നമ്മൾ നഴ്സുമാർ ചോദിക്കുമ്പോൾ മാലാഖമാരെന്നുള്ള ഒരു വിളിപ്പേരേ ഉള്ളൂ. നമ്മൾ മൂവിയിൽ പറയും പോലെ മാലാഖമാരെന്ന വിളിപ്പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ മാലാഖമാരുടെ വീട് എങ്ങനെ കഴിഞ്ഞു പോകുന്നു, അതെന്താണെന്ന് ഒന്നും അറിയത്തില്ല. പലരുടെയും എഡ്യൂക്കേഷൻ ലോൺ പോലും ഇതുവരെയും ഇപ്പോൾ പോലും കംപ്ലീറ്റ് ആവാത്ത ഒത്തിരി പേരുണ്ട്. ആർക്കും അതൊന്നും ബാധകമല്ല. അവർ തരുന്ന സാലറി നമ്മൾ മേടിക്കാതാണ്. ഇപ്പോൾ നിലവിൽ യുഎൻഎ നടത്തുന്ന സ്ട്രൈക്ക് 40,000 രൂപയാണ് അടിസ്ഥാന സാലറി ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ കൂട്ടിയിരിക്കുന്ന സാലറി 23,000 മുതൽ സംതിങ്. കേൾക്കുന്നവർക്ക് തോന്നുന്നു 40,000 രൂപ സാലറി ഇവർക്ക് എന്താ ഇവിടെ എന്താന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ചിലപ്പോൾ ഒരു വീട്ടിലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ചേട്ടൻ പറയും പോലെ അവർ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും നഴ്സിംഗ് ഫീൽഡാണ്. എന്നിട്ട് പോലും അവർക്ക് അവിടെ തുച്ഛമായ സാലറി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നത് സത്യമാണ്. നമ്മുടെ നാട്ടിലെ പല ഹോസ്പിറ്റലുകളിലും ഇന്നും നല്ലൊരു സാലറി സ്കെയിൽ ഇല്ല. ഔട്ട്സൈഡ് ഓഫ് കേരളയിലാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സാലറി സ്കെയിൽ അവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതല്ലല്ലോ വേണ്ടേ. നമുക്ക് നമ്മുടെ നാട്ടിലല്ലേ നിൽക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ നഴ്സും വരെ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ലതായിട്ടുള്ള ഒരു സിസ്റ്റം വേണം. അതിനുവേണ്ടി നല്ല കുറെ അടിസ്ഥാന കാര്യങ്ങൾ തന്നെ വേണം നമുക്ക്. അപ്പൊ ഇപ്പൊ യുഎൻഎ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ സമരത്തിൽ ഞങ്ങൾ എല്ലാവിധ ആശംസകളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ